മോളെ, അനിയൻകുട്ടൻ ഉറങ്ങിയോ? നന്നായി. നിന്നോട് സ്വകാര്യമായി ചോദിക്കാൻ ഞാൻ കാത്തിരുന്നതാ. അഖിലമ്മയുടെ നിന്നോടെന്താ പറഞ്ഞേ? അച്ഛനോട് പറഞ്ഞേ? അത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അച്ഛാ. ഓഹോ, അത് കൊള്ളാം. നീ എപ്പോ എന്നോട് കള്ളം പറയാനും തുടങ്ങിയല്ലേ? നോക്ക്, എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് കരുതണ്ട. സത്യം പറയടേ, ആ ഫോട്ടോ ഇങ്ങനെ വന്നേ? നീയും അനിയും കുഞ്ഞായിട്ടുള്ള ഫോട്ടോ? ചോദിച്ചു കേട്ടില്ലേ? അനിയൻ കുഞ്ഞിന്റെ ഫോട്ടോടൊപ്പം നിന്റെ ഫോട്ടോ എങ്ങനെ വന്നു? അച്ഛൻ എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കഴിയണേ? ഞാനും അനിയൻ കുഞ്ഞും തമ്മില് സ്വപ്നത്തിൽ പോലും മോശമായൊരു ബന്ധമില്ല. എന്നെ ഇതേ വീട്ടിൽ വെച്ച് ഒരാൾ പെണ്ണ് കാണാൻ വന്ന ദിവസം അച്ഛൻ കണ്ടതല്ലേ? അനിയൻ കുഞ്ഞും കൂടെ അന്ന് അതിൽ സന്തോഷത്തോടെ പങ്കെടുത്തത്. എനിക്ക് പക്ഷേ ഇപ്പൊ അതും സംശയ. അനിയൻ കുഞ്ഞപ്പ വന്നതും നിന്റെ ഒരു നാടകമായിരുന്നു എന്ന് ആ ആലോചന മുടക്കാൻ. അച്ഛോ? അതെ, അച്ഛൻ തന്നെ. ഏതായാലും എന്റെ പൊന്നുമോളൊരു കാര്യം മനസ്സിലാക്കണം. തൃച്ചംബരത്തെ ഉപ്പും ചോറുവാ നമ്മുടെ ഈ തടി. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി മേഡത്തിനോ കുടുംബത്തിനോ അപമാനം വരുത്തി വെക്കുന്ന വല്ലതും നീ ചെയ്തു എന്നറിഞ്ഞ പിന്നെ മോളാന്ന് നോക്കൂല, കൊല്ലും. കഴുത്ത് ഞെരിച്ച് കൊല്ലും ഞാൻ. മനസ്സിലായോ നിനക്ക്? എന്നാ കൊല്ല്. ഇപ്പൊ തന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക്. ഇതിലും നല്ലത് അതാ. കൊല്ല്, കൊല്ലാൻ. എനിക്കറിയാം, തൃച്ചംബരത്ത് കുടുംബത്തിന്റെ മാനം പോകുമ്പോഴാ എന്റെ അച്ഛൻ ഈ വിഷമം. പക്ഷെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ ഈ മോൾക്കും ഒരു മനസ്സുണ്ടെന്ന് അച്ഛൻ ഓർക്കാറില്ല. അതുകൊണ്ടാ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് ഒരു തെറ്റും ചെയ്യാതെ അപമാനിക്കപ്പെട്ട് നെഞ്ചു പൊട്ടി കരഞ്ഞ എന്നെ അച്ഛൻ കാണാത്തത്. ശക്തമായി ആരോടും ഒരു വാക്കുപോലും എതിരു പറയാത്തത്, ഒന്ന് സമാധാനിപ്പിക്കാത്തത്. അച്ഛന് ജീവിക്കാൻ ഇനി അഖിലാണ്ടേശ്വരി മതി, ഈ കല്യാണി വേണ്ട. എന്താ അച്ഛാ, അത് തന്നെയല്ലേ ഈ കാണിച്ചു കൂട്ടുന്നതിന്റെ അർത്ഥം? എന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാവുമായിരുന്നു ഈ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ഏതായാലും ഒരു കാര്യം സത്യമാ, ഈ പ്രായത്തിലുള്ള പെൺമക്കൾക്ക് അമ്മമാരുണ്ടാവണം. എങ്കില് ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനെങ്കിലും ആരേലും ഉണ്ടാവും. എന്റെ അമ്മയ്ക്ക് പക്ഷെ അതൊന്നും അറിയണ്ടല്ലോ. എന്നെ അനിയനെയും കളഞ്ഞിട്ടങ്ങ് പോയി. പൊയ്ക്കോട്ടെ, ഇനി വലിയ താമസമൊന്നുമില്ലാതെ ഞാനും പോകുന്നുണ്ട്. അത്രയ്ക്കാ നെഞ്ചിലെ സങ്കടങ്ങള്. മോളെ, അച്ഛൻ വേണ്ടച്ചാ, കൂടുതലൊന്നും പറഞ്ഞ് അച്ഛനെന്റെ സങ്കടമൊന്നും കുറയ്ക്കണമെന്നില്ല. ഏതായാലും ഉള്ളിൽ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അനിയൻകുട്ടൻ ഇവിടെ നിന്നോട്ടെ, പക്ഷേ ഞാൻ നാട്ടിലേക്ക് പോവും. ഉടനല്ല, കുറച്ച് ദിവസങ്ങളൂടി കഴിഞ്ഞിട്ട്. കാരണം അടുക്കള ഭാരം മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത പുതിയൊരു ഭാരം കൂടി ഈ തല വെച്ച് തന്നിട്ടുണ്ട് അച്ഛൻ്റെ അഖിലാണ്ടേശ്വരി മാഡം. അതും കൂടി ഇറക്കി വെച്ചിട്ടേ ഞാൻ പോകൂ.
പശുലത്തിനെ കാണുന്നില്ലല്ലോ. കഥ ഇന്നലത്തോടെ തീരുമെന്നാ വിചാരിച്ചത്. നടന്നുമില്ല. ഇതിപ്പോ വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളിൽ വെച്ച പോലെയായി. ഛേ, അവൾക്കാണെങ്കി ഇനി അഖിലാണ്ടേശ്വരിയുടെ മുന്നിലും പോവാ. ശ്ശോ, ആലോചിച്ചിട്ട് അങ്ങോട്ട്. അല്ല, ഇനി അവര് തമ്മിൽ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? എന്തായാലും ശരി, അവളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ കാര്യം അറിയും. അല്ലെങ്കിൽ പിന്നെ ഈ വിലാസിനിക്ക് ഇനി ഈ വീട്ടിലെ സ്ഥാനം ഉണ്ടാവില്ല. അല്ല, ആ വൃത്തികെട്ടവളെ കാണുന്നില്ലല്ലോ. എവിടെ അവള്? വരുന്നുണ്ട് വരുന്നുണ്ട്. വാടി, വാ വാ, കാണിച്ചു തരാം. ഡേ, നിന്റെ കണ്ണിൽ എന്താ അമ്പഴങ്ങിയാണോ? ഞാനിവിടെ ഒരാള് നിന്നിട്ട് നിന്റെ കണ്ണി പെടാത്തത് എന്താ? അതല്ല, ഇനി എന്നെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലാന്ന വിചാരമായോ നിനക്ക്? ഏയ്, അങ്ങനെയൊന്നുമില്ല മാഡം. എങ്ങനെയൊന്നുമില്ലാന്ന്. എടി, നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ വേലയിറക്കാതെ മര്യാദയ്ക്ക് എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞോണം. ഇന്നലെ അഖിലേച്ചി എന്താ നിന്നോട് പറഞ്ഞത്? വിശദമായിട്ട് പറ. എനിക്ക് നല്ല സുഖമില്ല, ഞാൻ പോവാ. എടി, ഒന്ന് വെച്ചു തന്നാലുണ്ടല്ലോ നിന്റെ കണ്ണീന്ന് പൊന്നീച്ച പറക്കും. അവക്ക് സുഖമില്ല പോലും. മര്യാദയ്ക്ക് പറയടി, ചേച്ചി നിന്നോട് എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല മാഡം. ഛീ, കള്ളം പറയുന്നോടി. ഒന്നും മിണ്ടാതെ രണ്ടുപേരും കൂടി മൗനവ്രതമായിരുന്നു അകത്ത്. നടന്ന സംഭവം വെച്ച് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി നിന്നെ കൊല്ലാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിലെന്തോ രഹസ്യം ഉണ്ടെന്ന് ഉറപ്പാ. അതെന്തായാലും എനിക്കറിഞ്ഞേ പറ്റൂ. നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. സത്യം ഞാൻ പറയണേ, എന്നോട് മാഡം ക്ഷമിച്ചു, അത്രേ ഉള്ളൂ. മാഡം അങ്ങ് ക്ഷമിച്ചു. ദേ, വല്ലാതെ കേറി അങ്ങ് അഭിനയിക്കല്ലേ നീ. ഒറ്റ വീക്ക് ഞാൻ വെച്ചേരും. ദേ, നിങ്ങൾ അവിടെ സംസാരിച്ചത് കേട്ടില്ലെങ്കിലും എന്റെ ഒരു ഊഹം ഞാൻ പറയാം. അത് ശരിയാണോ തെറ്റാണോ എന്ന് നീ അങ്ങ് പറഞ്ഞാ മതി. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി തന്റെ ഇളയ മകൻ അരവിന്ദിനെ കൊണ്ട് നിന്നെ കെട്ടിക്കാന്ന് വാക്ക് പറഞ്ഞോ? പറ. ഏതായാലും മാനം പോയി. അരവിന്ദിന് കല്യാണിയും മതിയെന്ന് നിർബന്ധവും. എന്നാ പിന്നെ ഈ കല്യാണം അങ്ങ് നടത്തിക്കളയാന്ന് ചേച്ചി തീരുമാനിച്ചു കാണും. എന്താ, അതല്ലേ നടന്നത് അല്ലേടി? എന്റെ ഭഗവാനെ, ഇങ്ങനൊന്നും പറയാൻ പാടില്ലാട്ടോ. മിണ്ടരുത്. ഏ, നിന്റെ അഭിനയൊക്കെ നീ വേറെ ആരോടെങ്കിലും കാണിച്ചാ മതി. ഇതാള് വേറെയാ. മര്യാദയ്ക്ക് നിങ്ങൾ അവിടെ എന്താ സംസാരിച്ചെന്ന് പറഞ്ഞോ? നിശ്ചയ സമയത്ത് അരവിന്ദ് നിന്നെ ഇഷ്ടമാണെന്ന് എന്തിനാ പറഞ്ഞത്? ഇതൊക്കെ കേട്ടിട്ടും അഖിലാണ്ടേശ്വരി എന്തിനാ നിന്നോട് ക്ഷമിച്ചത്? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ഡീ, പറയടി, അതിന്റെ പിന്നിലെ രഹസ്യം എന്താ? മുറി അടച്ചിട്ട് അഖിലാണ്ടേശ്വരി നിന്നോട് എന്താ പറഞ്ഞതെന്ന് പറയടി. എടി, പറയ. ആകെ സങ്കടപ്പെട്ട് നിൽക്കുക ഞാൻ.
എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ പോവാ. ഇനി ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുള്ളതാ. കല്യാണി, കല്യാണി ഒന്ന് നിക്ക്. കല്യാണി, കല്യാണി, കല്യാണി ഒന്ന് നിക്ക്. കല്യാണി, നീ എന്താ വിളിച്ചാ നിക്കാത്തത്? ദയവ് ചെയ്ത് എന്നെ ഇനി ഉപദ്രവിക്കരുത്. എന്നെ വെറുതെ വിട്. എനിക്ക് പോണം. അങ്ങനെ പോവാൻ പറ്റില്ല. എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. ഞാൻ എന്ത് തെറ്റാ അനിയൻ കുഞ്ഞിനോട് ചെയ്തേ? എന്തിനാ എന്നെ ഇങ്ങനെ? നിന്നെ എങ്ങനെ? ഞാൻ എന്ത് തെറ്റിയതെന്ന് നീ പറയുന്നത്? എന്ത് ചെയ്തുന്നോ? അത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചതൊക്കെ മറന്നുപോയോ അനിയൻ കുഞ്ഞ്? അത് നല്ല മറവിയാണല്ലോ. കല്യാണി, അത് അന്നാ നിശ്ചയം മുടക്കാൻ വേറെ വഴിയില്ലായിരുന്നു. അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്ക് ആ ബന്ധം ഇഷ്ടമല്ലെന്ന് നിനക്കറിയാലോ. എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞതാ. അതിന് എന്നെ ബലിയാടാക്കണോ? നിങ്ങൾ പണക്കാർക്ക് മാത്രമല്ല, ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്കും അന്തസ്സും അഭിമാനം ഉണ്ടെന്ന് അനിയൻ കുഞ്ഞ് മറന്നു. അതോർക്കുമ്പോ ഇതിനകം തന്നെ എല്ലാം അവസാനിപ്പിക്കേണ്ടതാ കല്യാണി. പക്ഷേ അതിന് ഈശ്വരൻ സമ്മതിക്കുന്നില്ല. ചിലർക്കൊക്കെ കൊടുത്ത വാക്ക് പാലിക്കണമല്ലോ. കല്യാണി, കല്യാണി, പോട്ടെ കല്യാണി, പ്ലീസ് നീ എന്നോടൊന്ന് ക്ഷമിക്കേ. അപ്പോഴത്തെ എന്റെ ഒരു പൊട്ട ബുദ്ധിക്ക് ഞാൻ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു പോയി. അല്ലാതെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കല്യാണിയെ ചതിച്ചൊന്നുമല്ല. അങ്ങനെ നീ തെറ്റിയിരിക്കരുത് പ്ലീസ്. അത് കൊള്ളാം. മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ലെങ്കിൽ ആ ഫോട്ടോ പിന്നെ എങ്ങനെയാ വന്നത്? എനിക്കറിയണം. പറ, ഈ കല്യാണി എന്നാ അനിയൻ കുഞ്ഞിനോട് ഇങ്ങനെ ചേർന്ന് ഫോട്ടോ എടുത്തത്? ഇല്ലാത്ത ഫോട്ടോ ഉണ്ടാക്കി കാണിച്ചപ്പോ അവിടെ ഇല്ലാതായത് കല്യാണിയുടെ അഭിമാനമാ. എന്നെ പോലുള്ള പാവപ്പെട്ട പെൺകുട്ടികളുടെ ഏക സമ്പാദ്യം അഭിമാനമാണ്. അതെനിക്ക് നഷ്ടപ്പെട്ടു. ഇനിയും പുറകെ നടന്ന് അപമാനിക്കരുത്. ഈ പാവത്തെ അങ്ങ് വിട്ടേക്ക്. കല്യാണി, ആ ഫോട്ടോ എങ്ങനെ വന്നത് എനിക്ക് അറിയില്ല. ഇപ്പോഴും അറിയില്ല. എന്നെ ഒന്ന് വിശ്വസിക്കുക കല്യാണി. ഞാൻ ചെയ്ത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. എനിക്കതിന് പ്രായശ്ചിത്തം ചെയ്യണം. സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതല്ലേ നമ്മൾ ആലോചിക്കണ്ടേ? ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് അനിയും കുഞ്ഞ് ആലോചിക്കണമൊന്നുമില്ല. ഞാനിപ്പോ ജീവിതം പിടിവിട്ടു പോയ അവസ്ഥയിലാ. ഇനി എന്റെ പിന്നാലെ നടന്ന് ഉപദ്രവിച്ച അനിയും കുഞ്ഞ് നാളെ കാണുന്നത് തൂങ്ങി നിൽക്കുന്ന എന്റെ ജഡമായിരിക്കും. അതോടെ കണ്ടാലേ സമാധാനാവുള്ളൂങ്കി ആവാം. എന്താ വേണോ? വേണോന്ന്? നിനക്കെന്താടാ ഒരു ഗൗരവം? നിന്റെ മുഖം കണ്ട വേണ്ടപ്പെട്ട ആരോ ചത്തുപോയ പോലുണ്ടല്ലോ. എന്താ പ്രശ്നം? ഓ, നിശ്ചയം മുടങ്ങിയതിന്റെ സങ്കടാണോ നിനക്കിപ്പോ? അതെ, വേണ്ടപ്പെട്ട ചിലരൊക്കെ ചത്തോണ്ടിരിക്കുക. ഞാനാ അവരെ കൊന്നു കൊല വിളിച്ചത്. ഒരിക്കലും പൊറുക്കാത്തൊരു തെറ്റ് ചെയ്തു ഞാൻ. എല്ലാരും മുമ്പിൽ വെച്ച് കല്യാണി ഇഷ്ടമാണെന്ന് വിളിച്ച് പറയരുതായിരുന്നു. അവളുടെ ഭാവിയെ കുറിച്ച് ഞാൻ ഓർത്തില്ല.
വലിയ തെറ്റ്. അതിലൊന്നും ഒരു കാര്യമില്ല മോനെ. നീ സീരിയസ് ആയിട്ട് പറഞ്ഞതല്ലെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. നീ കേട്ടിട്ടില്ലേ, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന്. സത്യം പറഞ്ഞാലേ, നിശ്ചയം മുടങ്ങിയ സമയത്ത് മഹേശ്വരിയുടെയും അവളുടെ ഭർത്താവ് ആ കോന്തൻ നാരായണന്റെയും നിൽപ്പുണ്ടല്ലോ, ഒന്ന് കാണണമായിരുന്നു. ഓ, ഈ ഇളയ മതങ്ങ് കണ്ട് ആസ്വദിച്ചിടാ മോനെ, സത്യം. ദേ, ഏതായാലും നമ്മൾ നിശ്ചയം മുടക്കാൻ തീരുമാനിച്ചു. നമ്മൾ പോലും അറിയാതെ പുഷ്പം പോലെ അത് നടന്നു. അതിന്റെ ഇടയിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ നടന്നു വരും. ഇതതുപോലെയല്ലേ ഇളയമ്മേ, ഭയങ്കരമായിട്ടുള്ള തെറ്റാ. അവള് കല്യാണപ്രായ ഒരു പെണ്ണല്ലേ, അത്ര പേരുടെ മുമ്പിൽ വെച്ച് ആ കല്യാണി ഇപ്പൊ എന്നോട് സംസാരിക്കാൻ പോലും തയ്യാറാവുന്നില്ല. അവൾക്ക് എന്നോട് വെറുപ്പാ. എടാ, വെറുപ്പല്ല, അഹങ്കാരം. ഇന്നലെ മുതലേ അവൾക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക. നീ കണ്ടതല്ലേ, ഇന്നലെ അഖിലേച്ചി അവളെ മാത്രം മാറ്റി നിർത്തി എന്തോ സംസാരിച്ചത്. അതിനുശേഷം അവളുടെ നടപ്പ് ഈ ഭൂമിക്കും 5 അടി മേലെ കൂടെയാ. സ്വർഗസഞ്ചാരാണെന്നാ വിചാരം. അങ്ങനെയൊന്നും അല്ല. അവളുടെ അവസ്ഥ ഇപ്പൊ മണ്ണിന്റെ അടിയിൽ പാതാളത്തില. അതിന് കാരണക്കാരൻ ഞാൻ ചെയ്ത പ്രവൃത്തി, പിന്നെ ആ നന്ദന ഉയർത്തി കാണിച്ച ഫോട്ടോകളും. അല്ല ഇളയമ്മ പറഞ്ഞേ, നമ്മൾ ആ നാടക നടിയുടെ കൂടെയുള്ള ഫോട്ടോയിൽ എടുത്തത്, പിന്നെ എങ്ങനെ കല്യാണിയുടെ ഫോട്ടോ അവിടെ വന്നത്? എനിക്ക് അറിയണം അതിപ്പോ. ചേടാ, അത് കൊള്ളാലോ. ഞാനെങ്ങനെ അറിയാനത്? സത്യം പറഞ്ഞാലേ, നടന്നതൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും അല്ലല്ലോ. പെട്ടെന്ന് ഇടിവെട്ടും മിന്നലും ഭൂകമ്പവും ഒരുമിച്ച് വന്നതുപോലെയല്ലേ? ഇളയമ്മ എങ്ങനെ ഉഴപ്പരുത്. ഇതിലെന്തോ കളി നടന്നിട്ടുണ്ടെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഇളയമ്മ ഏർപ്പെടുത്തിയ നാടക നടി അവിടെ വരാതെ എവിടെ പോയത്? ആദ്യം അത് പറ. എനിക്കെങ്ങനെ അറിയാൻ പറ്റും? പിന്നെ ഇങ്ങനെയൊക്കെ നോക്കിയാ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടി വരും. എന്തിന്? ഫോട്ടോയുമായിട്ട് വന്ന കമലയെ വരെ നമ്മൾ സംശയിക്കണം. അല്ലെങ്കിൽ ദേ, സാക്ഷാൽ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ. മോതിരം മാറ്റത്തിന് മുമ്പ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയല്ലേ ആ കവർ കൊണ്ടുവന്ന് സംഭവം പൊളിച്ചത്. നന്ദന, ദിസ് ഇസ് ഫോർ യു. എന്റെ ചെറിയൊരു ഗിഫ്റ്റാ, ഈ എൻഗേജ്മെന്റിനുള്ള ചെറിയൊരു ഗിഫ്റ്റ്. താങ്ക് യു ആന്റി. അപ്പൊ വരാത്ത നാടക നടിയാണോ നിന്റെ അമ്മയാണോ യഥാർത്ഥ വില്ലത്തി? ആരാ ഇവിടെ ഇപ്പൊ കളിക്കുന്നെന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ, ദേ, ഒന്നുകൂടി വേണമെങ്കിൽ ഞാൻ പറയാം. ഈ കമലയും കല്യാണിയൊക്കെ കൂട്ടുകാരാണെന്ന് അറിയാലോ. ഈ നിശ്ചയം മുടക്കി നാട്ടുകാരുടെ മുന്നിൽ ഒരു നാടകം കളിച്ച് സാക്ഷാൽ കല്യാണി തന്നെയാണ് ഇത് ചെയ്തതെങ്കിലോ? എടാ, പെണ്ണാണ് സാധനം. ചിലത് നേടാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച അവൾ അടവുകൾ 18 അല്ല 18,000 ഇറക്കും. നിന്നെപ്പോലെയുള്ള മണ്ടന്മാര് കാലിനടിയിലെ മണ്ണിളകി താഴെ വീഴുമ്പോഴേ പഠിക്കൂ. അയ്യോ, ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്ക്. ദേ, നിന്റെ കഥയിലെ വില്ലത്തി ഞാനല്ല. ഒന്നുകിൽ അത് അഖിലാണ്ടേശ്വരി, അല്ലെങ്കിൽ കല്യാണി. ഈ പാവ എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക് പ്ലീസ്. നിന്റെ കഥയിലെ വില്ലത്തി ഞാനല്ല.
ഒന്നുകിൽ അത് അഖിലാണ്ടേശ്വരി അല്ലെങ്കിൽ കല്യാണി.